IPL 2025 ഇനി 24 മാച്ചുകളും കൂടെ ബാക്കിയുണ്ട്. പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നു നമ്മുടെ RCBയും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസും ഈ വർഷം ഫൈനലിൽ ഉണ്ടാകുമെന്ന്. മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ദേ ആർ പീക്കിംഗ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് ടീമും അവരുടെ വിജയത്തിന്റെ ഒരു പെർഫെക്റ്റ് ബാലൻസ് ഇപ്പൊ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. RCBയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സീസണിൽ അവർ കളിച്ച 10 കളികളിൽ 7 കളികളിൽ വിജയം. മുംബൈ ഇന്ത്യൻസിലേക്ക് വരുവാണെങ്കിൽ എല്ലാ തവണത്തെയും പോലെ കളികൾ തോറ്റുകൊണ്ടുള്ള തുടക്കം, ലാസ്റ്റ് 5 കളികളിൽ പരാജയം എന്തെന്നറിയാത്ത വിജയം. ഈ സീസണിൽ തന്നെ അവരുടെ ലാസ്റ്റ് തോൽവി വരുന്നത് RCBയുമായിട്ടാണ്. ആ തോൽവിയിൽ അവർ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ചിലപ്പോൾ അവരുടെ ഊർജം RCBയുടെ ആ വിജയത്തിൽ നിന്നായിരിക്കാം. MAയും RCBയും തമ്മിൽ ഒരു കളിയേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ മാച്ചിന് RCBക്ക് ഒരു മധുരം കൂടിയുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം RCB വാങ്ഡയിൽ ഒരു വിജയം കാണുന്ന കളിയാണ്. മുംബൈയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അന്ന് കുടിച്ച പരാജയത്തിന് കയ്പുനീരിലാണ് അവര് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഫോർമുല ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു മുംബൈ വേഴ്സസ് ചെന്നൈ എന്നുള്ള IPL എൽ ക്ലാസിക്കോ കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ആരാധകരെ ആവേശത്തിമിർപ്പിൽ ആറാടിക്കുന്നത് മുംബൈ ഇന്ത്യൻസും RCBയുമാണ്. 2014 മുംബൈ വേഴ്സസ് RCB ഓർമ്മയുണ്ടോ? RCBയും MAയും തമ്മിൽ കളിച്ചിട്ടുള്ളത് 33 കളികളാണ്. അതില് അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത് 19 കളികളുടെ വിജയവുമായി മുംബൈക്കാണ്. ഈ രണ്ട് ടീമുകളും മാറ്റുരയ്ക്കുമ്പോൾ ഈ യുഗത്തിലെ ഇന്ത്യൻ ടീമിന്റെ തന്നെ അജയ്യരായി വാഴുന്ന രണ്ട് പ്ലേയേഴ്സ് തമ്മിൽ കൊമ്പ് കോർക്കുന്നതും നമുക്ക് ഈ കളിയിൽ കാണാൻ പറ്റും. ഇതിൽ വിരാട് കോഹ്ലി 50 റൺസിൽ കുറഞ്ഞൊന്നും തനിക്ക് വേണ്ടെന്നുള്ള ഭാവത്തില് റൺസുകൾ വാരിക്കൂട്ടി ഓറഞ്ച് ക്യാപ്പുമായി നിൽക്കുന്ന പ്ലെയറാണ്. ഇനി അപ്പുറത്ത് രോഹിത് ശർമ്മ എന്ന ഹിറ്റ്മാൻ തന്റെ ബാറ്റിൽ റിതം കണ്ടെത്തിയാൽ പിന്നെ ഓപ്പോസിറ്റ് ടീമിൽ മറ്റൊരു പോരാളി ഉണ്ടാവുകയില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ടീമുകൾ രണ്ടുമാണ് ഫൈനലിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വിരുന്ന് വിരാട് കോഹ്ലിയുടെ അഗ്രഷനും ഓപ്പോസിറ്റ് രോഹിത് ശർമ്മയുടെ കാംനെസ്സുമായിരിക്കും.